മാഡം ക്യൂറിയും ഭർത്താവും വളരെ ദരിദ്രരായിരുന്നു. ഉണ്ടായിരുന്ന സമ്പാദ്യമൊക്കെയും പരീക്ഷണ വസ്തുക്കളും അവയുടെ ഉപകരണങ്ങളും വാങ്ങുന്നതിനായി അവർക്ക് വിൽക്കേണ്ടി വന്നു. നിത്യവൃത്തിക്കായി കൂലിപ്പണി പോലും അവർക്ക് ചെയ്യേണ്ട സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. പണം കടം കൊടുത്തവർ ഒക്കെയും നിരന്തരമായി അവരെ ശല്യം ചെയ്തുകൊണ്ടിരുന്നു. അസംസ്കൃത വസ്തുവായ പീച്ച് ബ്ലെൻഡ് വിദേശത്ത് നിന്ന് വരുത്തുക കൂടി ചെയ്തപ്പോൾ അവർ ദാരിദ്ര്യത്തിൻ്റെ കൊടുമുടിയിലേറി. വർഷങ്ങളായി പീച്ച് ബ്ലെൻഡ് ശുദ്ധീകരിക്കുന്ന പരീക്ഷണമായിരുന്നു അവർ ചെയ്തുകൊണ്ടിരുന്നത്. പരീക്ഷണം വിജയഘട്ടത്തിലേക്ക് എത്തിക്കാൻ ഇരുവർക്കും സാധിച്ചില്ല. അവസാനവട്ടമെന്ന വണ്ണം ഈ ഒരു പരീക്ഷണത്തിലേക്ക് അവർ കടന്നു. ശുഭപ്രതീക്ഷയോടെ അവർ പരീക്ഷണത്തിൽ ഏർപ്പെട്ടു. ദൗർഭാഗ്യമെന്ന് പറയട്ടെ, പരീക്ഷണത്തിൻ്റെ ഒടുവിലായി പാത്രത്തിൽ ഒരൽപ്പം ദ്രാവകം മാത്രമാണ് ബാക്കിയായത്. അധികം വൈകാതെ ആ ദ്രാവകവും ആവിയായിപ്പോയി. നിരാശയിൽ കൂപ്പുകുത്തിയ അവർ പൊട്ടിക്കരഞ്ഞു. ആത്മഹത്യയെപ്പറ്റി പോലും അവർക്ക് ചിന്തിക്കേണ്ടതായി വന്നു. മുഖാമുഖം നോക്കിപ്പോയാൽ സങ്കടം വർദ്ധിക്കും എന്നതിനാൽ ലൈറ്റുകൾ അണച്ച് അവർ കിടന്നു. ഇടവേളകളിൽ ഉണ്ടാകുന്ന ദീർഘനിശ്വാസങ്ങൾ മാത്രമായിരുന്നു അവിടെ ബാക്കിയായത്. എന്നാൽ അധികം വൈകാതെ ആ മുറിയിലാകെ ഒരു വെളിച്ചം വ്യാപിക്കുന്നതായി അവർ തിരിച്ചറിഞ്ഞു. പകലിനേക്കാൾ വ്യക്തമായി ഇരുവരുടെയും മുഖങ്ങൾ തങ്ങൾക്ക് വ്യക്തമായി കാണുന്ന തരത്തിൽ അതിതീവ്രമായ ഒരു പ്രകാശം അവിടെ വ്യാപിച്ചു. അത്ഭുതപരതന്ത്രരായ അവർ അത് തിരിച്ചറിയുകയായിരുന്നു. റേഡിയത്തിന് പ്രകാശിക്കാൻ ആ ഇരുട്ട് ആവശ്യമായിരുന്നു എന്നതായിരുന്നു ആ തിരിച്ചറിവ്. ശരിയാണ്, ഇരുട്ട് ചിലപ്പോൾ പ്രകാശമായും മാറുന്നുണ്ട്.